നമസ്കാരം. TCV പ്രൈം ടൈം ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. തിരൂരിൽ മുടങ്ങിക്കിടക്കുന്ന വികസന പ്രവർത്തികൾ അടിയന്തരമായി പൂർത്തീകരിക്കുമെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ. LDFിന്റെ നേതൃത്വത്തിൽ വി അബ്ദുറഹ്മാന് സ്വീകരണം നൽകി. സംസ്ഥാനത്ത് സ്കൂളുകൾ നവംബർ 1 മുതൽ തുറക്കാൻ തീരുമാനം. 1 മുതൽ 7 വരെയുള്ള പ്രൈമറി ക്ലാസുകളും 10-12 ക്ലാസുകളും നവംബർ 1 മുതൽ തുടങ്ങും. താനാളൂരിൽ തോട്ടിൽ മത്സ്യങ്ങൾ കൂട്ടത്തോടെ ചത്തുപൊങ്ങി. താനാളൂർ അരീക്കാട് ഓംകുണ്ടത്ത് പാടത്തും തോട്ടിലുമാണ് മത്സ്യങ്ങൾ കൂട്ടത്തോടെ ചത്തുപൊങ്ങിയത്. സംസ്ഥാനത്ത് ഇന്ന് 19,653 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. ജില്ലയിൽ ഞായറാഴ്ച 1,387 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. തിരൂരിലെ മുടങ്ങിക്കിടക്കുന്ന വികസന പ്രവർത്തികൾ അടിയന്തരമായി പൂർത്തീകരിക്കാനുള്ള നടപടികൾ എടുക്കുമെന്ന് കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ പറഞ്ഞു. LDF തിരൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വി അബ്ദുറഹ്മാൻ തിരൂരിൽ സ്വീകരണം നൽകി. വികസനത്തെ തടസ്സപ്പെടുത്താനാണ് ചിലരുടെ ശ്രമം. തിരൂർ പൊന്മുണ്ടം ബൈപ്പാസ് പൂർത്തിയാക്കുന്നതിനെതിരെ വിവിധ കോണുകളിൽ നിന്നും തടസ്സങ്ങൾ ഉണ്ടാവുകയാണ്. ഇതേ തുടർന്നാണ് ചെലവ് കുറഞ്ഞും നിർദ്ദിഷ്ട ബൈപ്പാസിൽ ചേരുന്നതുമായി ബന്ധപ്പെട്ട തിരൂർ ഇരിങ്ങാവൂർ പ്രദേശങ്ങളെ ബന്ധിപ്പിക്കുന്ന കോട്ടിലത്തറയിൽ പാലം നിർമ്മിക്കാൻ നടപടികൾ ആരംഭിക്കുന്നത്. 10 സെന്റ് സ്ഥലങ്ങൾ ഏറ്റവും കൂടിയത് അവിടെ ഒരു അപ്രോച്ച് റോഡ് നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു അപേക്ഷ കൊടുത്തിട്ട് അവിടെ കുഴപ്പമില്ല ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ മുൻപ് ഇവിടെ MLA ആയിരുന്ന പാർട്ടിയുടെ പ്രതിനിധികൾ അതിനെതിരായി പരാതി കൊടുക്കുക. അപ്പോൾ വികസനത്തെ തടസ്സപ്പെടുത്തുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ പൊൻപാട്ടം ബൈപ്പാസിനെ കുറിച്ച് പറയുന്നത്. അവിടെ നമ്മളിപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ആ അലൈൻമെന്റ് തന്നെ വേണമെന്നുള്ളൊരു വാശി നമുക്ക് വേണം. അതിന് പകരമായി തന്നെ കോട്ടിലത്തറയിൽ നമ്മുടെ പുതിയ പാലത്തിൻ്റെ സ്ഥലമെടുപ്പ് നടപടികൾ പൂർത്തീകരിക്കുക. ആ കോട്ടിലത്തറ പാലം വന്നാൽ പൊന്മുണ്ടം ബൈപ്പാസ് തന്നെയാണ്. ഒരു പുതിയ റിംഗ് റോഡിന് നമ്മൾ രൂപം നൽകിക്കൊണ്ട് ആ റിംഗ് റോഡിനെ ഏഴൂരിലെ നമ്മുടെ പുതിയ റോഡിനോട് ബന്ധിപ്പിക്കുന്ന ഏറ്റവും ചെലവ് കുറഞ്ഞതും ഏറ്റവും പെട്ടെന്ന് നടക്കാവുന്ന ഒരു പദ്ധതി വരുമ്പോൾ നമ്മുടെ പൊൻമുണ്ടം ബൈപ്പാസ് തന്നെ പോലെ തന്നെ അതിൽ കുറഞ്ഞ ദൂരത്തിൽ അതിൽ കുറഞ്ഞ ചെലവിൽ ആ പദ്ധതി നടപ്പിലാക്കുന്ന നടപടികൾ നടന്നു വരികയാണ്. ആ പാലം അടുത്ത ദിവസങ്ങളിൽ തന്നെ ടെൻഡർ വിളിക്കാനാണ്. പൊതുവികസന കാര്യത്തിൽ ചേരിതിരിവിന് ശ്രമിക്കുന്നത് ശരിയല്ലെന്നും മന്ത്രി വി അബ്ദുറഹ്മാൻ പറഞ്ഞു. പൊതുവികസന രംഗത്തായാലും ഒക്കെ തന്നെ ചേരിതിരിവില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് തന്നെ ലക്ഷ്യം. കഴിഞ്ഞ ദിവസം താനൂരിൽ നടന്നൊരു യോഗത്തിൽ പറയുകയുണ്ടായി. അവിടെ ഏതെല്ലാം രീതിയിൽ കഴിഞ്ഞ കാലങ്ങളിൽ വികസനങ്ങൾ തടസ്സപ്പെടുത്താൻ കഴിയുമോ എന്നുള്ളതായിരുന്നു അവിടെ ചർച്ച. പക്ഷേ അതിനെല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ട് 1,200 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ ആ മണ്ഡലത്തിൽ ഇപ്പോൾ നടന്നു വരികയാണ്. അതേപോലെ തന്നെ തിരൂരും ഇത്തവണ ശക്തമായിട്ടുള്ള നമ്മുടെ സമ്മർദ്ദത്തിൻ്റെ കൂടി തന്നെ നമുക്ക് വികസന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകണം. തിരൂരിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആവശ്യപ്പെട്ടതുപോലെ തന്നെ ആ കാര്യങ്ങളിൽ യാതൊരു വിട്ടുവീഴ്ചയുമില്ലാതെ മുന്നോട്ട് പോകുമെന്ന ഉറപ്പ് നിങ്ങൾക്ക് നൽകിക്കൊണ്ട് നിങ്ങൾ നൽകിയ ഈ സ്വീകരണത്തിന് തിരൂർ മണ്ഡലത്തിൽ LDF ആവശ്യപ്പെട്ട പദ്ധതികൾ ഉടൻ നടപ്പാക്കും. മുടങ്ങിക്കിടക്കുന്ന പാലങ്ങൾ ഉടൻ പൂർത്തിയാക്കുമെന്നും മന്ത്രി വി അബ്ദുറഹ്മാൻ പറഞ്ഞു. തിരു അച്യുത നമ്പൂതിരി സ്മാരക ഹാളിൽ നടന്ന സ്വീകരണ യോഗം തിരു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് യു സൈനുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം LDF ചെയർമാൻ അഡ്വക്കേറ്റ് പി ഹംസക്കുട്ടി അധ്യക്ഷനായിരുന്നു. ജില്ലാ പഞ്ചായത്ത് അംഗം ഇ അഫ്സൽ, വെട്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നൌഷാദ് നെല്ലാഞ്ചേരി, തലക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പ, LDF മണ്ഡലം നേതാക്കളായ അഡ്വക്കേറ്റ് കെ ഹംസ, അഡ്വക്കേറ്റ് ഷമീർ പയ്യനങ്ങാടി, KP അലവി, കെ ബാവ, കാസിം ബാവ, ജോൺ മാത്യു, നാസർ കൊട്ടാരത്തിൽ, വി നന്ദൻ, അഡ്വക്കേറ്റ് ഗിരീഷ്, ടിമ്പർത്ത് ശ്രീനിവാസൻ, CP ബാപ്പുട്ടി തുടങ്ങിയവർ സംസാരിച്ചു. മത്സ്യത്തൊഴിലാളി യൂണിയൻ CITU താനൂർ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വാഴക്ക് തെരുവിൽ മനുഷ്യ ശൃംഖല തീർത്തു. മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് കൂട്ടായി ബഷീർ ഉദ്ഘാടനം ചെയ്തു. സമരത്തിന്റെ ഭാഗമായി മത്സ്യത്തൊഴിലാളികൾ പ്രതിഷേധ പ്രതിജ്ഞയെടുത്തു. കടൽ സമ്പത്ത് കൊള്ളയടിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ ബ്ലൂ ഇക്കോണമി നയത്തിനും മറൈൻ ഫിഷറീസ് ബില്ലിനുമെതിരെയാണ് താനൂരിൽ പ്രതിഷേധ ശൃംഖല തീർത്തത്. മത്സ്യത്തൊഴിലാളി യൂണിയൻ CITUവിന്റെ നേതൃത്വത്തിൽ താനൂർ വാഴക്കത്തെരുവിലായിരുന്നു പ്രതിഷേധ ശൃംഖല. ടിപ്പു സുൽത്താൻ റോഡിന് ഇരുവശത്തുമായി കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച 100-ലേറെ തൊഴിലാളികൾ ശൃംഖലയിൽ കണ്ണിച്ചേർന്നു. തുടർന്ന് പ്രതിഷേധ പ്രതിജ്ഞയും എടുത്തു. നിരന്തരം മുന്നോട്ട് ഈ നയം പിൻവലിക്കണം. മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് കൂട്ടായി ബഷീർ ഉദ്ഘാടനം ചെയ്തു. 12 നോട്ടിക്കൽ മൈലിന് അവകാശമുള്ള സംസ്ഥാനങ്ങളുമായി കൂടിയാലോചിച്ചല്ല ഈ നിയമം കൊണ്ടുവരുന്നത്. കൃഷിക്കാരുടെ നിയമം കൊണ്ടുവന്നതുപോലെ തന്നെയാണ്.
സഹകരണ മേഖലയിൽ നിയമം കൊണ്ടുവന്നതുപോലെ തന്നെയാണ്. പാർലമെന്റിൽ BJPക്ക് ഭൂരിപക്ഷമുണ്ട് എന്നുള്ളത് കൊണ്ട് രാജ്യത്തിന്റെ ഭരണഘടന മാറ്റിവെച്ച് ഇഷ്ടമുള്ളത് നിയമമാക്കുകയാണ്. CPM തീരദേശ ലോക്കൽ സെക്രട്ടറി പി അംസക്കുട്ടി അധ്യക്ഷനായിരുന്നു. CPM ഏരിയ സെക്രട്ടറി KT ശശി, മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം M അനിൽകുമാർ, CIT ഏരിയ സെക്രട്ടറി ബാലകൃഷ്ണൻ ചുള്ളിയത്ത്, DYFI ജില്ലാ കമ്മിറ്റി അംഗം മനു വിശ്വനാഥ്, പ്രവാസി സംഘം ഏരിയ പ്രസിഡന്റ് നൌഷാദ് താനൂർ, DYFI ബ്ലോക്ക് കമ്മിറ്റി അംഗം AK മുജീബ് റഹ്മാൻ, SFI ഏരിയ സെക്രട്ടറി അംഗം ഇഫ്ലാസ് തുടങ്ങിയവർ സംസാരിച്ചു. രാജ്യത്ത് തന്നെ മികച്ച പശ്ചാത്തല സൗകര്യങ്ങളോടുകൂടി മത്സ്യത്തൊഴിലാളി വിദ്യാർത്ഥികൾ മാത്രം പഠിക്കുന്ന സ്കൂൾ താനൂർ ഗവൺമെന്റ് ഫിഷറീസ് ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂൾ മാത്രമാണെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ. ഫിഷറീസ് സ്കൂളിൽ നിന്നും SSLC, +2, VHSC പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്ത് തന്നെ മികച്ച പശ്ചാത്തല സൗകര്യങ്ങളോടുകൂടി മത്സ്യത്തൊഴിലാളി വിദ്യാർത്ഥികൾ മാത്രം പഠിക്കുന്ന സ്കൂൾ താനൂർ ഗവൺമെന്റ് ഫിഷറീസ് ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂൾ മാത്രമാണെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ പറഞ്ഞു. ഫിഷറീസ് സ്കൂളിൽ നിന്നും SSLC, +2, VHSC പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദന ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഏറ്റവും ആധുനികമായിട്ടുള്ള ക്ലാസ് മുറികൾ, അതും ഹൈടെക് ക്ലാസ് മുറികൾ, ഇനിയും വരാനുള്ള 3 കോടിയുടെ മറ്റൊരു കെട്ടിടമടക്കം ഇത്രയും സൗകര്യങ്ങളുള്ള മറ്റൊരു വിദ്യാലയം മത്സ്യത്തൊഴിലാളികളുടെ കുട്ടികൾ പഠിക്കുന്ന മറ്റൊരു വിദ്യാലയത്തിനും ഇന്ത്യയിൽ ഇത്തരത്തിലുള്ള കെട്ടിടങ്ങൾ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ രാജ്യത്തിൽ തന്നെ ഏറ്റവും നല്ല ഫിഷറീസ് വിദ്യാലയമായി നിങ്ങളുടെ വിദ്യാലയം മാറാൻ പോകുന്നു. നഗരസഭാ ചെയർമാൻ PP ഷംസുദ്ദീൻ അധ്യക്ഷനായിരുന്നു. വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ ജയപ്രകാശ്, ആബിദ് വടക്കയിൽ, ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ M ചിത്ര, VHSC പ്രിൻസിപ്പൽ N ഭാസ്കരൻ, നസ്ല ബഷീർ തുടങ്ങിയവർ സംസാരിച്ചു. ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ P മായ സ്വാഗതവും ഹെഡ്മാസ്റ്റർ NM സുനിൽകുമാർ നന്ദിയും പറഞ്ഞു. താനൂർ നിയോജക മണ്ഡലത്തിൽ മികച്ച വിജയം നേടിയ സ്കൂളിനുള്ള ഉപഹാരവും ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ മന്ത്രി വി അബ്ദുറഹ്മാൻ അനുമോദിച്ചു. വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ താനൂർ നഗരസഭ അനുമോദിച്ചു. ഒലിവ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് നഗരസഭാ ചെയർമാൻ PP ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. താനൂർ നഗരസഭാ പരിധിയിൽ നിന്നും SSLC, +2 പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ വിദ്യാർത്ഥികളെയാണ് നഗരസഭ അനുമോദിച്ചത്. ഒലിവ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് ചെയർമാൻ PP ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ഏറ്റവും വലിയ അമൂല്യമായ കാലമേതെന്ന് ചോദിച്ചാൽ അത് അടയാളപ്പെടുത്തുന്ന ഏറ്റവും നല്ല ക്ലാസ്സുകളാണ് 10ാം തരവും +2 എന്നൊക്കെ പറയുന്നത്. ടീനേജ് കാലഘട്ടത്തിലെ അവരുടെ വിദ്യാഭ്യാസ കാലഘട്ടമാണ് അവരുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കാവുന്നതും അതുപോലെ തന്നെ ഏറ്റവും നല്ല രീതിയിൽ അടയാളപ്പെടുത്തിയിട്ടുള്ള ഒരു കാലഘട്ടം. ആ കാലഘട്ടം കൃത്യമായ രീതിയിൽ നല്ല രീതിയിൽ ആഘോഷിക്കപ്പെടാൻ കഴിയാതെ, ആസ്വദിക്കപ്പെടാൻ കഴിയാതെ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള 2 അധ്യയന വർഷങ്ങളാണ് നമ്മുടെ മുമ്പിൽ കഴിഞ്ഞു പോയിട്ട് ഇപ്പോഴും അതിൻ്റെ ഭാഗമായി തുടരുകയാണ്. കോവിഡിനോടൊപ്പം ജീവിക്കുക എന്ന രീതിയിലേക്ക് നമ്മളൊക്കെ മാറിയിട്ടുണ്ട്. നമുക്കറിയാം, അപ്പോൾ കുറഞ്ഞൊരു ഗ്യാപ്പാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഈ ഒരു ആശ്വാസമായ ഒരു സമയത്തേക്ക് ഇത് നീട്ടിവെച്ചു എന്നുള്ളതാണ്. നിങ്ങളെയൊക്കെ നേരിട്ട് കണ്ട് സംവദിച്ച് നിങ്ങളെയൊക്കെ ഒന്ന് ആദരം നൽകുക എന്നുള്ള അദമ്യമായ മോഹത്തിൻ്റെ ഭാഗമായിരുന്നു ഈ അവാർഡ് മീറ്റ് ഇത്രയധികം നീട്ടിക്കൊണ്ടുപോയിട്ടുള്ളത്. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ K ജയപ്രകാശ് അധ്യക്ഷനായിരുന്നു. ലത്തീഫ് പൊന്നാനി ക്ലാസിന് നേതൃത്വം നൽകി. വൈസ് ചെയർപേഴ്സൺ CK സുബൈദ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരായ CK ബഷീർ, K ഫാത്തിമ, ജസ്ന ബാനു, KP അലി അക്ബർ, കൗൺസിലർമാരായ AK സുബൈർ, മുസ്തഫ താനൂർ, ദിബീഷ്, കുമാരി, നഗരസഭാ സെക്രട്ടറി കൃഷ്ണൻ, ലൈബ്രറിയൻ KP അഷ്റഫ് തുടങ്ങിയവർ പ്രസംഗിച്ചു. വിദ്യാർത്ഥികളെ പ്രതിനിധീകരിച്ച് ഫാത്തിമ, റനാഫോമി, VK, ലെനാസി എന്നിവർ സംസാരിച്ചു. കൗൺസിലർമാർ പരിപാടിക്ക് നേതൃത്വം നൽകി. ഒരു ഇടവേള. സംസ്ഥാനത്ത് സ്കൂളുകൾ നവംബർ 1 മുതൽ തുറക്കാൻ തീരുമാനം. 1 മുതൽ 7 വരെയുള്ള പ്രൈമറി ക്ലാസുകളും 10, 12 ക്ലാസുകളും നവംബർ 1 മുതൽ തുടങ്ങും.
1.5 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് സ്കൂളുകൾ തുറക്കാൻ തീരുമാനിച്ചത്. നവംബർ 1 മുതൽ 7ാം ക്ലാസ് വരെയുള്ള പ്രൈമറി ക്ലാസുകളും 10-12 ക്ലാസുകളും തുറക്കാൻ കോവിഡ് അവലോകന യോഗത്തിൽ തീരുമാനിച്ചു. നവംബർ 15 മുതൽ എല്ലാ ക്ലാസുകളും ആരംഭിക്കുന്നതിന് തയ്യാറെടുപ്പുകൾ നടത്താനും 15 ദിവസം മുമ്പ് മുന്നൊരുക്കങ്ങൾ പൂർത്തീകരിക്കാനും മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദ്ദേശിച്ചു. പ്രൈമറി ക്ലാസുകൾ ആദ്യം തുറക്കണമെന്നാണ് ആരോഗ്യ വിദഗ്ധരുടെ അഭിപ്രായമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. സ്കൂളുകൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ വകുപ്പും ആരോഗ്യ വകുപ്പും സംയുക്തമായി യോഗം ചേർന്ന് ആവശ്യമായ തയ്യാറെടുപ്പുകൾ നടത്തണം. രോഗപ്രതിരോധശേഷി കുറവുള്ള കുട്ടികൾ സ്കൂളുകളിൽ ഹാജരാകേണ്ടതില്ലെന്ന നിലപാടെടുക്കുന്നതാകും ഉചിതം. വാഹനങ്ങളിൽ കുട്ടികളെ എത്തിക്കുമ്പോൾ പാലിക്കേണ്ട ക്രമീകരണങ്ങൾ ചർച്ച ചെയ്യേണ്ടതുണ്ടെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. സ്കൂൾ ഹെൽത്ത് പ്രോഗ്രാം പുനഃസ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണം. വിദ്യാലയങ്ങൾ തുറക്കുമ്പോൾ രോഗം പടരാതിരിക്കാനുള്ള മുൻകരുതൽ സ്വീകരിക്കണം. കുട്ടികൾക്ക് വേണ്ടി പ്രത്യേക മാസ്കുകൾ തയ്യാറാക്കണമെന്നും സ്കൂളുകളിലും മാസ്കുകൾ കരുതണമെന്നും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. പ്രതിവാര ഇൻഫെക്ഷൻ പോപ്പുലേഷൻ റേഷ്യോ 10ൽ കൂടുതലുള്ള വാർഡുകളിൽ ലോക്ക്ഡൌൺ ഏർപ്പെടുത്തും. നിലവിൽ ഇത് 8%. സംസ്ഥാനത്തെ ആദ്യ ഡോസ് വാക്സിനേഷൻ നിരക്ക് 90%-ലെത്തുന്നതിനാൽ സ്വകാര്യ ലാബുകളിലെ ആന്റിജൻ പരിശോധന നിർത്തലാക്കാൻ തീരുമാനിച്ചു. മരണനിരക്ക് ഏറ്റവും അധികമുള്ള 65 വയസ്സിന് മുകളിലുള്ളവരിൽ വാക്സിനേഷൻ സ്വീകരിക്കാത്തവരെ എത്രയും വേഗം കണ്ടെത്തി വാക്സിനേഷൻ നൽകാൻ പ്രത്യേക ഡ്രൈവ് നടത്തും. വാക്സിനേഷൻ സ്വീകരിക്കാത്തവരിലാണ് മരണനിരക്ക് കൂടുതലെന്നതിനാൽ പൊതുബോധവത്കരണ നടപടികളും ശക്തമാക്കും. കാലടി ഗ്രാമപഞ്ചായത്ത് പരിവാർ സംഘടനയുടെ ആഭിമുഖ്യത്തിൽ ഭിന്നശേഷിക്കാരായ SSLC, +2 പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. SSLC, +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയാണ് കാലടി ഗ്രാമപഞ്ചായത്ത് പരിവാർ സംഘടനയുടെ ആഭിമുഖ്യത്തിൽ അനുമോദിച്ചത്. പോത്തന്നൂർ GOP സ്കൂളിൽ നടന്ന പരിപാടി കാലടി പഞ്ചായത്ത് പ്രസിഡന്റ് അസ്ലം തിരുത്തി ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ദിലീഷ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ലെനി, ബൽക്കിസ്, റഷീദ്, ശ്യാമള, എടപ്പാൾ ലയൺസ് ക്ലബ് ഭാരവാഹികളായ അജിത്, അഷ്റഫ് തുടങ്ങിയവർ സംസാരിച്ചു. പരിവാർ സംഘടനാ ഭാരവാഹികളായ KV സഫീറ, CP നൌഫൽ, സുമതി എന്നിവർ നേതൃത്വം നൽകി. തിരുനടുവിലങ്ങാടിയിൽ നിർമ്മാണം പൂർത്തിയാക്കിയ കാരുണ്യ ഭവനം കുടുംബത്തിന് കൈമാറി. വൈത്തുറമയുടെ താക്കോൽദാനം പാണക്കാട് റഷീദ് അലി ശിഹാബ് തങ്ങൾ നിർവഹിച്ചു. തിരു മുനിസിപ്പൽ 2ാം വാർഡ് മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ മേൽനോട്ടത്തിൽ 12 ലക്ഷം രൂപ ചെലവിട്ട് KMCCയുടെ സഹായത്തോടെ നിർമ്മാണം പൂർത്തീകരിച്ച ബൈത്തുറഹ്മയുടെ താക്കോൽദാനം സയ്യിദ് റഷീദ് അലി ശിഹാബ് തങ്ങൾ നിർവഹിച്ചു. ഒരു സ്നേഹഭവനത്തിൻ്റെ താക്കോൽദാന ചടങ്ങിലാണ് ഇവിടെ ഒരുമിച്ച് കൊടുക്കുന്നത്. അള്ളാഹു നമ്മുടെ കൂടുതൽ വിദ്യകൾക്ക് സ്വാലിഹായ അമലായ സൽക്രമമായി അള്ളാഹു നമ്മെ സ്വീകരിച്ച അർഹമായ പ്രതിഫലം നമ്മുടെ ഒരു പാവപ്പെട്ട കുടുംബത്തിന് വേണ്ടി നല്ലൊരു വീട്, ഒരു ഭവനം നമുക്ക് നിർമ്മിച്ച് നൽകാൻ സാധിച്ചു. ധാരാളം ആളുകൾ വിദേശത്തുള്ള സ്വദേശത്തുള്ള എല്ലാ ആളുകളും അത് അവരുടെ ഓരോ ദിവസത്തെ ജോലിയിൽ നിന്ന് കിട്ടുന്ന വരുമാനം മാറ്റി വെച്ചുകൊണ്ട് പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടി ഭവനം നിർവഹിക്കാൻ വേണ്ടി സഹായിച്ചിട്ടുണ്ട്. അവർക്ക് അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലം മാത്രം കാക്ഷിച്ചുകൊണ്ടാണ് ഇതിനു വേണ്ടിയുള്ള പ്രവർത്തനത്തിൽ മുൻപന്തിയിൽ നിന്ന് ഇതിനുവേണ്ടി സഹായിച്ചിട്ടുള്ള സാഹചര്യത്തിൽ പ്രവർത്തിച്ചിട്ടുള്ളത്. അവർക്കൊക്കെ ഇതേപോലെ തന്നെ പറഞ്ഞ പോലെ തന്നെ സൂചിപ്പിച്ച പോലെ തന്നെ പല ആളുകൾക്കും ഒരു പക്ഷേ വീടുണ്ടാവില്ല. പക്ഷേ വീട് മാത്രമല്ല, അവർക്ക് ചിലപ്പോൾ ഒരു പക്ഷേ ഒന്നും ഉണ്ടാവില്ല, അവരുടെ ഭൂമി ഉണ്ടാവില്ല, വീടുണ്ടാവില്ല. അവരുടെ കുടുംബം തന്നെ വാടക വീട്ടിലോ അല്ലെങ്കിൽ മറ്റുള്ള രീതിയിലൊക്കെ ജീവിക്കുന്ന ആളുകളായിരിക്കും സഹായിച്ച ആളുകൾ. അവരവരുടെ പ്രതിസന്ധിയോ അല്ലെങ്കിൽ പ്രശ്നങ്ങളോ മറ്റുള്ളവരുടെ മുമ്പിൽ അവതരിപ്പിക്കാതെ അവർ സാധാരണക്കാരായിട്ടുള്ള നമ്മുടെ സഹോദരന്മാരുടെ, നാട്ടിലുള്ള സഹോദരിമാരുടെ കണ്ണീരൊപ്പാനുള്ള ക്ഷേമ പ്രവർത്തനത്തിൽ, ജീവകാരുണ്യ പ്രവർത്തനത്തിൽ എന്നും മുൻപന്തിയിൽ നിൽക്കുന്ന ആളുകളാണ്. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ KMCC പോലെയുള്ള സംഘടനകളുടെ ആളുകൾ. തുടർന്ന് ചടങ്ങിൽ കുറുക്കുളി മൊയ്തീൻ MLA, നഗരസഭാ ചെയർപേഴ്സൺ AP നസീമ, മുസ്ലിം ലീഗ് മുനിസിപ്പൽ സെക്രട്ടറി AK സൈദാലിക്കുട്ടി തുടങ്ങിയവർ സംസാരിച്ചു. ജീവകാരുണ്യ രംഗത്ത് ഇതിൽ കൂടുതൽ മഹത്തരമായ മറ്റൊരു പ്രവർത്തനവും ഒരു പക്ഷേ നമുക്ക് ചെയ്യാൻ കഴിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കയറിക്കിടക്കാൻ ഒരിടം നൽകുക എന്നത് ഒരു മനുഷ്യനെ സംബന്ധിച്ചോളം അവൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ്. അത് സാധിച്ചു നൽകുന്നതിന് മുസ്ലിം ലീഗ് എന്ന സംഘടനയും KMCCയും ഒരുപാട് പേര് കഷ്ടപ്പെട്ട് അവരുടെ പ്രയത്നത്തിൻ്റെ ഫലമായി ഇന്ന് ഒരു പുതിയ ഭവനം കൂടി നിർമ്മിച്ചിരിക്കുകയാണ്. ഇതിനെ പുകഴ്ത്തി പറയാൻ ഇനി വാക്കുകളില്ല. എത്രയായാലും ഈ പരിപാടി ഇത്ര നല്ല രീതിയിൽ കൊണ്ടു നടന്ന എല്ലാവർക്കും എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കൗൺസിലർമാരായ K അബൂബക്കർ, റംല, ബിജിത, വിവിധ സംഘടനാ പ്രതിനിധികളായ E യൂസഫ് അലി, V അബ്ദുറഹ്മാൻ എന്ന ഇബ്നു, E അബ്ദുൽ വഹാബ്, TC സുബൈർ മാസ്റ്റർ, അബ്ബാസ് കുന്നത്ത്, PV ഷെരീഫ്, T അബൂബക്കർ എന്ന ബാബു തുടങ്ങിയവർ സംബന്ധിച്ചു.
AR നഗർ സഹകരണ ബാങ്കിൽ ജീവനക്കാർക്ക് കൂട്ടസ്ഥലമാറ്റം. ബാങ്കിലെ ക്രമക്കേടുകൾക്കെതിരെ മൊഴി നൽകിയവരടക്കം 32 പേരെ സ്ഥലം മാറ്റി. ക്രമക്കേട് നടന്നെന്ന ആരോപണം നിലനിൽക്കുന്നതിനിടയിലാണ് സ്ഥലമാറ്റം. ഇതിൽ 24 പേരുടെ സ്ഥലമാറ്റ ഉത്തരവ് നടപ്പിലായി കഴിഞ്ഞു. മുസ്ലിം ലീഗ് നേതൃത്വം നൽകുന്ന മലപ്പുറം AR നഗർ സർവീസ് സഹകരണ ബാങ്കിൽ ഗുരുതരമായ ക്രമക്കേടുകൾ നടന്നെന്ന ആരോപണം നിലനിൽക്കുന്നതിനിടയിലാണ് ജീവനക്കാരെ കൂട്ടത്തോടെ സ്ഥലം മാറ്റി ഉത്തരവിറങ്ങുന്നത്. 32 ജീവനക്കാരെയാണ് സ്ഥലം മാറ്റിയത്. ബാങ്കിലെ ക്രമക്കേടുകൾക്കെതിരെ മൊഴി നൽകിയവരടക്കമുള്ളവർക്കെതിരെയാണ് സ്ഥലം മാറ്റ നടപടിയെന്നാണ് വിവരം. സ്ഥലം മാറ്റം ലഭിച്ച 32 പേരിൽ 24 പേരുടെ സ്ഥലം മാറ്റ ഉത്തരവും നടപ്പിലാക്കി. 2 പേർ നിലവിൽ പരിശീലനത്തിലാണ്. മറ്റു 6 പേർക്കെതിരെ കൂടി ഉടൻ നടപടിയുണ്ടാകും. എന്നാൽ നടന്നത് 2 വർഷം കൂടുമ്പോഴുള്ള സ്വാഭാവിക സ്ഥലം മാറ്റമെന്നാണ് ഭരണസമിതി നൽകുന്ന വിശദീകരണം. മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടിക്ക് AR നഗർ ബാങ്കിൽ കള്ളപ്പണ നിക്ഷേപമുണ്ടെന്നുള്ള KT ജലീലിന്റെ ആരോപണത്തോടെയാണ് ബാങ്ക് വാർത്തകളിൽ നിറയുന്നത്. സംസ്ഥാനത്ത് നടന്ന സഹകരണ ബാങ്ക് തട്ടിപ്പുകളിൽ ഏറ്റവും വലിയ തട്ടിപ്പാണ് AR നഗർ ബാങ്കിൽ നടന്നതെന്നാണ് സൂചന. ഇത് സംബന്ധിച്ച് നടത്തിയ അന്വേഷണത്തിൽ ആളില്ലാത്ത 257 അക്കൗണ്ടുകളാണ് കണ്ടെത്തിയതെന്ന് അസിസ്റ്റന്റ് രജിസ്ട്രാറുടെ റിപ്പോർട്ടിലുണ്ട്. കഴിഞ്ഞ മാർച്ചിൽ നടത്തിയ റെയ്ഡിൽ 110 കോടി രൂപയുടെ ക്രമക്കേട് നടന്നതായി ആദായ നികുതി വകുപ്പും കണ്ടെത്തിയിരുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ 500 കോടി രൂപയോളം ക്രമക്കേട് നടന്നെന്നാണ് ജോയിന്റ് രജിസ്ട്രാർ ഉൾപ്പെടെ കണ്ടെത്തിയത്. അതേസമയം 1021 കോടി രൂപയുടെ അനധികൃത നിക്ഷേപം ബാങ്കിലുണ്ടെന്നാണ് KT ജലീലിന്റെ ആരോപണം. മലപ്പുറം ജില്ലയിലെ LDF-ലെയും UDF-ലെയും നേതാക്കൾക്ക് ബാങ്കിൽ നിക്ഷേപമുണ്ടെന്നാണ് വിവരം. കഴിഞ്ഞ ജനുവരിയിലാണ് കൺകറന്റ് ഓഡിറ്റർ D ബിന്ദുവിന്റെ നേതൃത്വത്തിൽ ബാങ്കിലെ ക്രമക്കേട് നടന്നുവെന്ന കണ്ടെത്തലിന്റെ റിപ്പോർട്ട് നൽകിയത്. 10 വർഷ കാലയളവിലാണ് തട്ടിപ്പ് നടന്നതെന്നാണ് കണ്ടെത്തിയിരുന്നു. സെക്രട്ടറിയായിരുന്ന ഹരികുമാറിന് വേണ്ടി സർക്കാർ തലത്തിലുള്ള ഇടപെടലുണ്ടായി എന്നായിരുന്നു ആരോപണം. ഒരു ഇടവേള. വാർത്തകൾ തുടർന്നു. താനാളൂർ തോട്ടിൽ മത്സ്യങ്ങൾ കൂട്ടത്തോടെ ചത്തുപൊങ്ങി. താനാളൂർ അരീക്കാട് ഓവുംകൊണ്ടത്ത് പാടത്തും തോട്ടിലുമാണ് മത്സ്യങ്ങൾ കൂട്ടത്തോടെ ചത്തുപൊങ്ങിയത്. സാമൂഹ്യ വിരുദ്ധർ തോട്ടിൽ വിഷം കലർത്തിയതാണ് മീനുകൾ ചത്തുപൊങ്ങാൻ കാരണമെന്നാണ് നാട്ടുകാർ ആരോപിച്ചത്. താനാളൂർ അരീക്കാട് ഓവുംകുണ്ട് പാടത്തും തോട്ടിലുമാണ് മത്സ്യങ്ങൾ കൂട്ടത്തോടെ ചത്തുപൊങ്ങിയത്. 30ഓളം ഏക്കറുള്ള പാടത്ത് രാവിലെ ജോലിക്കെത്തിയവരാണ് മത്സ്യങ്ങൾ ചത്തുപൊങ്ങിയത് കണ്ടത്. ബ്രാൽ, പരൽ, മൽഞ്ഞീൽ, വായ്പൊത്തി തുടങ്ങിയ തവളക്കണ്ണൻ ഉൾപ്പെടെയാണ് ചത്തുപൊങ്ങിയത്. സ്ഥലത്ത് പോലീസും ഫിഷറീസ് അഗ്രികൾച്ചർ പ്രൊമോട്ടർ OP സുരഭി എന്നിവരെത്തി പരിശോധിച്ചു. 100 കണക്കിന് മത്സ്യങ്ങൾ ചത്തുപൊങ്ങിയത് നാട്ടുകാരിൽ ആശങ്കയുണ്ടാക്കിയിട്ടുണ്ട്. സാമൂഹ്യ വിരുദ്ധർ തോട്ടിൽ വിഷം കലർത്തിയതാകാമെന്ന് നാട്ടുകാർ ആരോപിച്ചു. വളരെ മാന്യമായി മീൻ പിടിക്കുകയും മറ്റു എല്ലാ ദൈനംദിന പ്രക്രിയകളും നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പ്രദേശത്ത് വളരെ ക്രൂരമായി സഹജീവികളോട് കരുണ കാണിക്കാത്ത രൂപത്തിലുള്ള ഈ കൃത്യം നിർവഹിച്ച ആളുകളെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരേണ്ടത് ഒരു അനിവാര്യതയാണ് എന്ന് ആദ്യം നിങ്ങളെ സൂചിപ്പിക്കുകയാണ്. മാത്രമല്ല, ഇവിടെ വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന തൊണ്ണി, അതുപോലെ കൊഞ്ചി, മലഞ്ഞീൻ പോലെയുള്ള അതിപ്രധാനമായ മത്സ്യസമ്പത്തിനെ നശിപ്പിക്കുന്ന രൂപത്തിലേക്കുള്ള ഈ പ്രക്രിയ തീർത്തും അപലപനീയമാണ്. ഏതോ സാമൂഹിക ദ്രോഹികളാണ് ഇതിൻ്റെ പിന്നിൽ നിന്നാണ് മനസ്സിലാവുന്നത്. ഏതായാലും നമ്മളെ മത്സ്യസമ്പത്ത് നശിപ്പിക്കുന്ന ഈ പ്രവണത തീരെ ശരിയല്ല. ഇതിനെതിരായി ഡിപ്പാർട്ട്മെൻറ്റും ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റും നാട്ടുകാരൊക്കെ ഇത് വളരെ ഗൗരവമായിട്ടുണ്ട്. ഏതായാലും ഇത്തരത്തിലുള്ള ആളുകളെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരാനുള്ള കാര്യങ്ങൾ സർക്കാരിൻ്റെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവണമെന്ന് ആണ് എനിക്ക് അഭിപ്രായം. അതേസമയം തോട്ടിൽ വിഷം കലർത്തിയവർക്കെതിരെ കർശന നടപടിയെടുക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ഒരേക്കർ പാടത്ത് നെൽകൃഷിയുമായി ക്ലബ്ബ് പ്രവർത്തകരായ യുവാക്കളുടെ കൂട്ടായ്മ. പോത്തന്നൂർ കൾട്ട ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് പ്രവർത്തകരാണ് നെൽകൃഷി ആരംഭിച്ചത്. ഞാറുനടീൽ കർമ്മം കുറുക്കോളി മൊയ്തീൻ MLA നിർവഹിച്ചു. പോത്തന്നൂർ കൾട്ട ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിലാണ് പ്രദേശത്തെ പാടത്ത് നെൽകൃഷിക്ക് തുടക്കമായത്. ഒരേക്കർ പാടത്ത് ആരംഭിക്കുന്ന കൃഷി കുറുക്കോളി മൊയ്തീൻ MLA നാർനട്ട് ഉദ്ഘാടനം ചെയ്തു. കൾട്ടിവേഷൻ 2021 മഹാകാർഷികോത്സവം എന്ന പേരിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ചടങ്ങിൽ കുറുക്കോളി മൊയ്തീൻ MLA പ്രദേശത്തെ കർഷകരെ പൊന്നാടയണിച്ച് ആദരിച്ചു. കൾട്ട ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് പ്രവർത്തകരുടെ പ്രവർത്തനം യുവാക്കൾക്കും നാടിനും മാതൃകാപരമെന്ന് MLA പറഞ്ഞു. കൃഷി ഇറക്കാൻ സന്നദ്ധമായി എന്ന വിവരം എൻ്റെ അടുത്തുണ്ട്. നിങ്ങളെ ഈ പരിപാടിയിൽ സംബന്ധിക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെയേറെ സന്തോഷവും ഉണ്ട്.
ഇവിടെ ഈ പ്രകൃതി, ഇവിടുത്തെ ഈ വയലും ഈ കാര്യങ്ങളും ഈ അവസ്ഥയും സംരക്ഷിക്കാൻ സാധിച്ചത് നിങ്ങളുടെ പ്രവർത്തനങ്ങൾ കൊണ്ടാണ് എന്ന് എൻ്റെ സുഹൃത്ത് ഷഫീഖ് അധ്യക്ഷ ഭാഷണത്തിൽ ഇവിടെ സൂചിപ്പിച്ചതിന് ഞാൻ അടിവര ഇടുകയാണ്. തീർച്ചയായിട്ടും അതിൽ വലിയ പങ്കുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ കുട്ടികളോട്, എൻ്റെ അനുജന്മാരോട് എനിക്ക് പറയാനുള്ളത്, ഈ കാണുന്ന വയലും സമൃദ്ധമായ, ഇതിന് വളരെ സമൃദ്ധി എന്നൊന്നും പറഞ്ഞുകൂടെങ്കിൽ പോലും നമ്മുടെ ഈ ജീവിത സാഹചര്യത്തിൽ കാണാൻ കഴിഞ്ഞിട്ടുള്ള ഈ സമൃദ്ധി ഉണ്ടല്ലോ, ഇത് തകരാതെ സൂക്ഷിക്കേണ്ടത് നിങ്ങളുടെ കടമയാണ്. ഇതിന്റെ സംരക്ഷകരായിട്ടുള്ള, ഇതിന്റെ കാവൽക്കാരാണ് നിങ്ങൾ. ഇത് 3-ാം തവണയാണ് ക്ലബിന്റെ നേതൃത്വത്തിൽ നെൽകൃഷി ആരംഭിക്കുന്നത്. ക്ലബ് സെക്രട്ടറി റിസ്വാൻ അത്തിക്കൽ സ്വാഗതം പറഞ്ഞു. ജോയിന്റ് സെക്രട്ടറി ഷെഫീഖ് ചാരത്ത അധ്യക്ഷത വഹിച്ചു. വളവന്നൂർ പഞ്ചായത്ത് 12ഉം 11ഉം വാർഡ് മെമ്പർമാർ, മറ്റു പ്രമുഖ വ്യക്തികളും ചടങ്ങിൽ പങ്കെടുത്തു. ഒരു ഇടവേള കൂടി. വാർത്തകൾ തുടർന്നു. സംസ്ഥാനത്ത് ഇന്ന് 19,653 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 1,13,295 സാമ്പിളുകളാണ് പരിശോധിച്ചത്. സംസ്ഥാനത്ത് നിന്ന് 19,653 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. എറണാകുളം 2,810, തൃശൂർ 2,620, തിരുവനന്തപുരം 2,105, കോഴിക്കോട് 1,957, പാലക്കാട് 1,593, കൊല്ലം 1,392, മലപ്പുറം 1,387, കോട്ടയം 1,288, ആലപ്പുഴ 1,170, കണ്ണൂർ 856, ഇടുക്കി 843, പത്തനംതിട്ട 826, വയനാട് 443, കാസർഗോഡ് 263 എന്നിങ്ങനെയാണ് ജില്ലകളിൽ നിന്ന് രോഗബാധ സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ 24 മണിക്കൂറിടെ 1,13,295 സാമ്പിളുകളാണ് പരിശോധിച്ചത്. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലായി 5,12,854 പേരാണ് ഇപ്പോൾ നിരീക്ഷണത്തിലുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളുണ്ടായ 152 മരണങ്ങളാണ് കോവിഡ് മൂലമാണെന്ന് ഇന്ന് സ്ഥിരീകരിച്ചത്. ഇതോടെ ആകെ മരണം 23,591 ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 105 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്നും വന്നവരാണ്. 18,657 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 807 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 84 ആരോഗ്യ പ്രവർത്തകർക്കാണ് ഇന്ന് രോഗം ബാധിച്ചത്. ജില്ലയിൽ ഞായറാഴ്ച 1,387 പേർക്ക് കോവിഡ്-19 സ്ഥിരീകരിച്ചു. 13.58% ഈ ദിവസത്തെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. ജില്ലയിൽ ഞായറാഴ്ച 1,387 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. ഇതിൽ 1,323 പേർക്കും നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 17 പേർക്ക് രോഗം ബാധിച്ചതിന്റെ ഉറവിടം കണ്ടെത്താനായിട്ടില്ല. കൂടാതെ ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് ജില്ലയിലെത്തിയ 47 പേർക്കും രോഗബാധ സ്ഥിരീകരിച്ചിട്ടുണ്ട്. 13.58% ഈ ദിവസത്തെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. 2,614 പേർ ഞായറാഴ്ച രോഗമുക്തരായതോടെ ജില്ലയിൽ കോവിഡ് മുക്തരാവുന്നവരുടെ എണ്ണം 5,15,815 പുഷ്പാഞ്ജലി സ്വാമിയാരുടെ ദേശാടന യാത്രയ്ക്ക് തുടക്കമായി. താനൂർ തൃക്കൈക്കാട്ട് മഠത്തിൽ നടന്ന യാത്രയപ്പ് ചടങ്ങ് കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. ശങ്കരാചാര്യ സ്വാമികൾ സ്ഥാപിച്ച 4 മഠങ്ങളിലൊന്നായ താനൂർ തൃക്കൈക്കാട്ട് മഠത്തിൽ നിന്ന് തിരുവനന്തപുരം ശ്രീ പത്മനാഭ ക്ഷേത്രത്തിൽ സമാപിക്കുന്ന ജഗദ്ഗുരു ശങ്കരാചാര്യ പരമേശ്വര ബ്രഹ്മാനന്ദ തീർത്ഥ സ്വാമിയാർ എന്ന പുഷ്പാഞ്ജലി സ്വാമിയാരുടെ ദേശാടന യാത്രയ്ക്ക് തുടക്കമായി. മഠത്തിൽ നടന്ന യാത്രയപ്പ് ചടങ്ങ് കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. എന്തിനെയാണോ നമ്മൾ തിരസ്കരിക്കേണ്ടത്, എന്തിനെയാണോ നമ്മൾ നമസ്കരിക്കേണ്ടത്, തിന്മകളെ നമ്മൾ തിരസ്കരിച്ച് കളഞ്ഞാൽ നമ്മുടെ നമസ്കാരം സ്വാർത്ഥമാകും. അപ്പോഴാണ് നമ്മൾ ദൈവത്തിൽ എത്തിച്ചേരുന്നത്. അതുതന്നെയാണ് എല്ലാ മതങ്ങളുടെയും വിശ്വാസം. മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് MR മുരളി അധ്യക്ഷനായിരുന്നു. നഗരസഭാ ചെയർമാൻ PP ഷംസുദ്ദീൻ, ഡോക്ടർ ചമ്പക്കുളം വിഷ്ണു, M കൃഷ്ണകുമാർ, രാമചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. പറവണ്ണ കാഞ്ഞിരക്കുറ്റിയിൽ അജ്ഞാതജീവിയുടെ ആക്രമണം. അജ്ഞാതജീവി കൊന്നുതള്ളിയത് 30ഓളം കോഴികളെ. ഞായറാഴ്ച പുലർച്ചെയാണ് സംഭവം. പറവണ്ണ കാഞ്ഞിരക്കുറ്റിയിലെ കാരാറ്റിക്കടവത്ത് അഫ്സൽ നവാസിന്റെ വീട്ടുവളപ്പിലെ കോഴിഫാമിലാണ് ഞായറാഴ്ച പുലർച്ചെ അജ്ഞാതജീവിയുടെ ആക്രമണം ഉണ്ടായത്. 30ഓളം കോഴികളെയാണ് കൊന്നത്. മിക്ക കോഴികളുടെയും കഴുത്തിലാണ് കടിയേറ്റിട്ടുള്ളത്. 8 വർഷം മുമ്പാണ് അഫ്സൽ നവാസ് കോഴി കൃഷി ആരംഭിച്ചത്. നേരത്തെ സമാനമായ രീതിയിലുള്ള ആക്രമണം ഉണ്ടായിരുന്നതായി അഫ്സൽ നവാസ് പറഞ്ഞു. ഇന്നലെ രാത്രി നമ്മൾ കൂടൊക്കെ വളരെ ബന്ദോബസ്തായിട്ട് അടച്ച് ക്ലിയറാക്കി പോയതാണ്. ഇന്ന് രാവിലെ നോക്കുമ്പോഴാണ് 26-ലധികം കോഴികളെ എന്താണ് സംഭവിച്ചതെന്നറിയില്ല, ബ്ലഡ് എക്സ്ക്യൂസ് ചെയ്ത് കൊന്നതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റിയത്. നേരത്തെ ഇങ്ങനെ ഒരു ആക്രമണം ഉണ്ടായിരുന്നു, പക്ഷെ അന്ന് നമ്മൾ ഇതിന് നെറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അന്ന് ഡോക്ടർ വന്ന് നോക്കിയിട്ട് പറഞ്ഞ് നായകളുടെ ആക്രമണം ആവാനാണ് സാധ്യത എന്നാണ് പറഞ്ഞിരുന്നത്. അതിനുശേഷം നമ്മൾ കംപ്ലീറ്റ് നെറ്റൊക്കെ ഇട്ട്
ചെയ്തതാണ്. അപ്പുറത്തുള്ള കൂടാണെങ്കിൽ അത് പൂർണ്ണമായിട്ടും സെക്യൂർ ആയിട്ടുള്ള കൂടാണ്. ഇപ്പുറത്ത് സാധാ വല ഉപയോഗിച്ചിട്ടാണ് പൂട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്തേക്ക് എന്തോ ഇപ്പോൾ ഡോക്ടറെ വിളിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഡോക്ടർ പറഞ്ഞത് അത് വെരുകിൻ്റെ വർഗ്ഗത്തിൽപ്പെട്ടിട്ടുള്ള ഏതോ ഒരു ജീവി ആവാനാണ് സാധ്യത എന്നാണ്. പക്ഷെ അതെങ്ങനെ അകത്ത് കിടക്കുന്നു, എങ്ങനെ പുറത്തു പോകുന്നു എന്നുള്ളത് ഇപ്പോഴും ഒരു അജ്ഞാതമായിട്ട് നിൽക്കുകയാണ്. വെട്ടം പഞ്ചായത്തിൽ 20ഓളം കർഷകർ സമാന രീതിയിൽ കോഴി ഫാം നടത്തുന്നുണ്ട്. വീൽ ചെയറുകൾക്ക് ഗുണനിലവാരം ഉറപ്പുവരുത്തണമെന്ന് DAPL സംഗമം ആവശ്യപ്പെട്ടു. ഷിഹാബ് തങ്ങൾ ചാരിറ്റി ഹോസ്പിറ്റൽ പരിസരത്ത് നടന്ന സംഗമം കുറുക്കോളി മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന ഭിന്നശേഷി കോർപ്പറേഷൻ വഴി നൽകി വരുന്ന വീൽ ചെയറുകൾ കാര്യക്ഷമമില്ലാത്തതും നിലവാരം കുറഞ്ഞതുമാണെന്നിരിക്കെ നൽകി വരുന്ന വീൽ ചെയറുകൾ ഗുണനിലവാരം ഉറപ്പുവരുത്തി നൽകണമെന്ന് ഡിഫറൻ്റ്ലി ഏബിൾഡ് പീപ്പിൾസ് ലീഗ് DAPL തിരുമണ്ഡലം കമ്മിറ്റി ആവശ്യപ്പെട്ടു. ഏതാനും ചില അവസരങ്ങളിൽ ചില കാര്യങ്ങൾക്ക് വേണ്ടി ചില വാതിലുകളിൽ നമ്മൾ എത്തുമ്പോഴേ അവിടെ നമുക്ക് പലപ്പോഴും നിരാശ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോഴൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ട്, നമുക്ക് വേണ്ടി സംസാരിക്കാൻ, നമുക്ക് വേണ്ടി ശബ്ദിക്കാൻ, നമ്മുടെ ആവശ്യങ്ങൾ നേടിത്തരുവാൻ, നമ്മളെ ചേർത്ത് നിർത്താൻ, നമ്മളോട് ചേർന്ന് നിൽക്കാൻ അത്തരത്തിലുള്ളൊരു നേതൃത്വം നമുക്കുണ്ടായിരുന്നെങ്കിൽ. ഷിഹാബ് തങ്ങൾ ചാരിറ്റി ഹോസ്പിറ്റൽ പരിസരത്ത് നടന്ന സംഗമം MLA കുറുക്കോളി മൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു. എത്ര സങ്കുചിതമായിട്ടാണ് ഞങ്ങളൊക്കെ കാര്യം ചെയ്യാറും ചിന്തിക്കാറും ഒക്കെ ഉള്ളത് എന്നതിനെക്കുറിച്ച് സ്വയം വിമർശനപരമായി ഞാൻ വിലയിച്ചു പോകും. നേരെ മറിച്ച് നിങ്ങൾ ഇങ്ങനെയൊക്കെ ആയിട്ടും നമ്മുടെ കൂട്ടുകാർക്ക് വേണ്ടി സാമൂഹ്യമായി പൊതുവിലും അതേപോലെ തന്നെ ഇത്തരത്തിലുള്ള പരിമിതികൾക്കുള്ളിൽ കഴിയുന്ന ആളുകൾക്ക് വേണ്ടി പ്രത്യേകിച്ചും ഈ ഒരു സാഹചര്യത്തിലും നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ എത്രമാത്രം ഉത്തമമാണ്, എത്രമാത്രം പുണ്യമുള്ളതാണ്. DAPL സംസ്ഥാന പ്രസിഡന്റ് ബഷീർ മമ്പുറം അധ്യക്ഷനായിരുന്നു. വെട്ടം ആലിക്കോയ, കൊക്കോടി മൊയ്തീൻകുട്ടി ഹാജി, കേടത്തിൽ ഇബ്രാഹിം ഹാജി, നസീർ മേലതിൽ, മുസമ്മിൽ ഹുദവി, മനാഫ് മേടപ്പിൽ, ഷഫീഖ് പാണക്കാടൻ, ബഷീർ കൈനാടൻ, അലി മൂന്നിയൂർ, സുബൈർ ചേലാമ്പ്ര, യൂനിസ് പടിക്കൽ, സക്കീർ തലക്കാട്, അലി തിരൂർ, റിയാസ് കൽപ്പകഞ്ചേരി തുടങ്ങിയവർ പ്രസംഗിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തിരൂരിൽ മുടങ്ങിക്കിടക്കുന്ന വികസന പ്രവർത്തികൾ അടിയന്തരമായി പൂർത്തീകരിക്കുമെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ. LDFിന്റെ നേതൃത്വത്തിൽ വി അബ്ദുറഹ്മാന് സ്വീകരണം നൽകി. സംസ്ഥാനത്ത് സ്കൂളുകൾ നവംബർ 1 മുതൽ തുറക്കാൻ തീരുമാനം. 1 മുതൽ 7 വരെയുള്ള പ്രൈമറി ക്ലാസുകളും 10, 12 ക്ലാസുകളും നവംബർ 1 മുതൽ തുടങ്ങും. താനാളൂരിൽ തോട്ടിൽ മത്സ്യങ്ങൾ കൂട്ടത്തോടെ ചത്തുപൊങ്ങി. താനാളൂർ അരീക്കാട് ഓംകുണ്ടത്ത് പാടത്തും തോട്ടിലുമാണ് മത്സ്യങ്ങൾ കൂട്ടത്തോടെ ചത്തുപൊങ്ങിയത്. സംസ്ഥാനത്ത് ഇന്ന് 19,653 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. ജില്ലയിൽ ഞായറാഴ്ച 1387 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. ഇതോടുകൂടി വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.